പഴയ ഡക്കാനാണ് പുതിയ സൺറൈസേഴ്സ് ഹൈദരാബാദ്. മാത്രമല്ല അവർ തൊട്ട് മുന്നത്തെ സീസണിൽ അതിഗംഭീരമായ പ്രകടനം നടത്തി ഫൈനൽ വരെ എത്തി, എല്ലാവരെയും ഞെട്ടിച്ച് വെടിക്കെട്ട് ബാറ്റിങ്ങുകളുണ്ട്. അതായത് സൺറൈസേഴ്സ് ഇറങ്ങിയ മിനിമം 200-220 സ്കോർ ഉറപ്പാണെന്ന് എല്ലാ മത്സരത്തിലും തെളിയിച്ചൊരു ടീമായിരുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ അവർക്ക് വേണ്ടത്ര പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല, പ്ലേ ഓഫിൽ കയറിയില്ല, 6ാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വലിയ മാറ്റങ്ങൾ ഇത്തവണ സാധ്യതയുണ്ട്. അതിൽ തന്നെ ഏറ്റവും അപ്രതീക്ഷിതമെന്ന് തോന്നുമെങ്കിലും ഉറപ്പുള്ളൊരു തീരുമാനങ്ങളിലൊന്ന് ഹെൻറിച്ച് ക്ലാസിൻ്റെതായിരിക്കും. കാരണം അദ്ദേഹം സൺറൈസേഴ്സിൻ്റെ ടോപ്പ് സ്കോർ ആയിരുന്നു കഴിഞ്ഞ സീസണിൽ. 483 റൺസ് അടിച്ചിട്ടുണ്ട്. മികച്ച പെർഫോമൻസ് നടത്തിയ പ്ലെയറാണ്. പക്ഷേ ഓവർ പ്രൈസ് ടാഗ് തന്നെയാണ് വിനയാകുന്നത്. 23 കോടി അദ്ദേഹത്തിന് മുടക്കിയിട്ടുണ്ട്. അപ്പോൾ ആ പൈസയ്ക്ക് 2 താരങ്ങളെ, 2 ബാറ്റർമാരെ തന്നെ എടുക്കാമെന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് സൺറൈസേഴ്സ് ഉള്ളത്. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം ക്ലാസിന് റിലീസ് ചെയ്യും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ 2 പ്രധാന ബൗളർമാർ, ഒന്ന് മുഹമ്മദ് ഷമി, ഒപ്പം തന്നെ ഹർഷിൽ പട്ടേൽ. ഇവർ 2 പേർക്കും കൂടി 18 കോടിയാണ് മുടക്കിയിട്ടുള്ളത്. ഷമിക്ക് 10 കോടിയും ഹർഷിൽ പട്ടേലിന് 8 കോടി, അങ്ങനെ 18 കോടി. അപ്പോൾ ആ 18 കോടി കൂടെ ഇവർ റിലീസ് ചെയ്ത് കുറച്ചധികം നേടാമെന്ന് തന്നെയാണ് SRHൻ്റെ കാൽക്കുലേഷൻ. ഒപ്പം തന്നെ പാറ്റ് കമ്മിൻസ് ഉറപ്പായിട്ട് അവർ നിലനിർത്തുന്ന ക്യാപ്റ്റനാണ്. അവരുടെ കമ്മിൻസിന് കൂട്ടായിട്ട് പുതിയ 2 പേസർമാരെ ആയിരിക്കും ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ 18 കോടിക്ക് തന്നെ നല്ല 2 പേസർമാരെ അവർക്ക് സ്വന്തമാക്കാവുന്നേ ഉള്ളൂ മിനി ഓപ്ഷനിൽ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. ഒപ്പം തന്നെ നിലനിർത്താൻ പോകുന്ന താരങ്ങൾ, ഇപ്പോൾ നല്ലൊരു ഇന്ത്യൻ കോർ, ഭേദപ്പെട്ടൊരു ഇന്ത്യൻ കോർ അവർക്കുണ്ട് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അതിൽ തന്നെ അഭിഷേക് ശർമ്മ, ആർക്കും ഒരു തർക്കവും ഉണ്ടാവില്ല. ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് എൻട്രി കൊടുക്കാവുന്ന ഒരു പ്ലെയറാണ്, നമ്പർ 1 T20 ബാറ്ററാണ് അഭിഷേക് ശർമ്മ. അപ്പോൾ അഭിഷേക് ഷുവറാണ്. ഒപ്പം തന്നെ ട്രാവിസ് ഹെഡും നല്ല തുടക്കം അവർക്ക് നൽകുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലാസ്സിനെ ഒഴിവാക്കിയാലും വലിയ സീൻ ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ലൊരു ബാക്കപ്പ് ബാറ്റർ അവർ ലേലത്തിൽ എടുക്കുകയാണെങ്കിൽ. അപ്പോൾ കമ്മിൻസ് എന്തായാലും ഷുവറാണ് അവർ നിലനിർത്തുമെന്നുള്ളത്. ഒപ്പം തന്നെ അഭിഷേക്, ട്രാവിസ് ഹെഡ്, ഇഷാൻ കിഷൻ വിവാദങ്ങൾക്കൊക്കെ ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. അപ്പോൾ ഇഷാൻ കിഷൻ അവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ നിതീഷ് കുമാർ റെഡ്ഡി നമുക്ക് പാണ്ഡ്യ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലൊരു പേസ് ബോളിംഗ് ഓൾറൗണ്ടറാണ് ഉള്ളത്. അതെ. അപ്പോൾ റെഡ്ഡി കൂടി ഉള്ള ഈ ഒരു 5 കോർ താരങ്ങളെയായിരിക്കും അവർ SRH നിലനിർത്താൻ പോകുന്നതെന്ന് തന്നെ മനസ്സിലാക്കുന്നത്.